സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന JSON ടാലിയിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന TDL ആണ് EasyGST. ഇവിടെ ഒരു ഫോൾഡറിൽ JSON ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ടാലി ഓപ്പൺ ചെയ്യുക. അതിൽ റൈറ്റ് സൈഡിൽ EasyGST എന്നുള്ള ഓപ്ഷൻ കാണും. ആ EasyGST എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മളിപ്പോൾ JSON ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡിസ്പ്ലേ JSON എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഡിസ്പ്ലേ JSON എടുക്കുക. പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പർച്ചേസ് ഓർ സെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പർച്ചേസ് ഓർ സെയിൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ പർച്ചേസ്, സെയിൽ ആണെങ്കിൽ സെയിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുത്തു, യെസ് കൊടുക്കുക. ഈ കാണുന്ന വിൻഡോയില് ഫോൾഡറിന്റെ ഫുൾ പാത്ത് കൊടുക്കണം. ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡറിന്റെ ഫുൾ പാത്ത് എടുക്കുക. ഫുൾ പാത്ത് കോപ്പി ചെയ്തതിന് ശേഷം ടാലിയിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. എൻ്റർ അടിക്കുക, യെസ് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഡിസ്പ്ലേ ആവും. ഇപ്പൊ ടാലിയിൽ ഇല്ലാത്ത ബില്ലുകളായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നോ എന്നാണ് കാണിക്കുന്നത്. ടാലിയിലേക്ക് ഈ ബില്ലുകൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ താഴെ സെറ്റ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണും. സെറ്റ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെയിൽ ആണെങ്കിൽ സെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചെയ്യുന്നത് പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ വൗച്ചർ ടൈപ്പിന്റെ അവിടെ പർച്ചേസ് കൊടുക്കുക. റൗണ്ട് ഓഫിന്റെ അവിടെ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ കൊടുക്കുക. ഇങ്ങനെ റേറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും അറിയാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. ബില്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ പർച്ചേസ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ ടാലിയിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് കയറി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് JSON ഡിസ്പ്ലേ ചെയ്ത് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്.